ഹായ് ഓൾ, ഇന്ന് നമുക്ക് കുറച്ച് റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് കാണാം. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ഉണ്ട്. അതായത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാനും മറക്കരുത്. മൂവാറ്റുപുഴ എംസിറോളാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ. ഞാനിന്ന് വേറെ തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടൺ ഫാബ്രിക്കിലേക്ക് നല്ലൊരു ബ്ലഡ് റെഡ് ഷെയ്ഡിലേക്കും ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കാണ്. 350 per meter റേറ്റിൽ വരുന്ന 44 ഇഞ്ചസ് വിട്ടിൽ വരുന്ന നല്ല കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. സോ ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം. ഫസ്റ്റാണ് ഞാൻ വേറെ തിരിക്കുന്ന സെയിം ഫാബ്രിക് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഈ റെഡും ബ്ലാക്കും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു എംബ്രോയിഡറി, ഒരു സ്ട്രൈപ്സ് പോലെ താഴോട്ടാണ് അതിൻ്റെ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഇതാണ് ക്ലോസ് ലുക്ക് നോക്കിയോ കേട്ടോ. റെഡിലേക്ക് ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു എംബ്രോയിഡറി കൊടുത്തേക്കുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള ഫാബ്രിക്കാണ്. ഇതിൻ്റെ നമ്മൾ വേറെ ഷെയ്ഡ്സ്, പേസ്റ്റൽ ഷെയ്ഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ബ്ലഡ് റെഡ് ഷെയ്ഡ്, അടിപൊളി ഷെയ്ഡാണ്. ഇങ്ങനെ വരും. ഞാനിങ്ങനെ ഒരു ബലൂൺ ഫിറ്റ് സ്ലീവ്സ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. വെറുതെ സ്ലിറ്റഡ് കുർത്തി അടിച്ചാലും നല്ല രസമാണ്. ഞാൻ ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടി സ്ലീവ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തുന്നുള്ളൂ. ഇങ്ങനെ വരും. 350 ആണ് പെർ മീറ്റർ റേറ്റ്. 2.5 മീറ്റേഴ്സാണ് നമുക്കൊരു നോർമൽ കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. 44 ഇഞ്ചസാണ് വിട്ട് വരുന്നത്. നെക്സ്റ്റ് പ്രിൻറ്റഡ് ഹക്കോബയിൽ വരുന്ന കളക്ഷനാണേ. നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ബേജ് കളറിലേക്കാണ്. കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. നല്ല പ്രിൻറ്റിലുമാണ് വന്നേക്കുന്നത്. ഫ്ലോറൽ പ്രിൻ്റാണ്. 44 ഇഞ്ചസാണ് വിട്ട്. 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഡിസൈൻ. നെക്സ്റ്റ് വൺ വന്നേക്കുന്ന അതിൻ്റെ ഒരു ഗ്രീൻ ആണ് കേട്ടോ. പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ്, സെയിം ഫാബ്രിക് തന്നെ. പ്രിൻറ്റഡ് ഹക്കോബ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എപ്പോഴും. ഇങ്ങനെ വരും. നല്ലൊരു പേസ്റ്റൽ ഗ്രീനും ഒരു മറൂണും ഒക്കെയാണ് കോമ്പിനേഷൻ വരുന്നത്. നമുക്ക് ഈ ഒരു മറൂൺ ഒരു ചെറിയ കളറിലാണ് അതിൻ്റെ ആ ഒരു പ്രിൻറ്റ് വന്നത്. സോ ആ ഒരു കളറിൽ ബോട്ടം ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് പെയർ ചെയ്യാം. 205 per meter, 44 ഇഞ്ചസ് വിട്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വേറെ ഇതൊരു സെയിം ഫാബ്രിക്, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഒരു ഷോർട്ട് വീഡിയോ എടുക്കുന്നതിന് ഇടയ്ക്ക് കാണിച്ചാണ് കേട്ടോ. സോ ഇതാണ് ആ ഒരു ഫാബ്രിക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓർഗൻസ സിൽക്ക്. ഓർഗൻസ പോലെ തന്നെയുള്ളൊരു ഫാബ്രിക്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അടിപൊളി പ്രീമിയം ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാനും പറ്റും. ഇത് കണ്ടോ, നല്ല രസമുള്ളൊരു മെറ്റീരിയൽ. ഇതൊരു മറൂൺ, ഒരു പ്രത്യേക ഒരു മറൂൺ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഒരു റെഡിഷ് മറൂൺ അല്ല, ഒരു ബ്രൗൺ മിക്സ് ആയിട്ടുള്ളൊരു മറൂൺ ഷെയ്ഡിലേക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല എലഗൻ്റായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല ഫിഗർ ഫിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിളും ആണ്. ക്രേപ്പ് ലൈനിങ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സാരി ആക്കാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു. സാരി ആക്കാൻ സൈഡിൽ ഫിനിഷിങ് ഇല്ല, അതുകൊണ്ട് കുർത്തിക്ക് തന്നെയായിരിക്കും നല്ലത്. ഫ്രോക്ക് ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെ വരും. ആലിയ കട്ടിലൊക്കെ ചെയ്യാനും നല്ല രസമായിരിക്കും. അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ 2.5 മീറ്റേഴ്സ് എടുത്ത് സിമ്പിളായിട്ടൊരു ബോട്ടം സ്റ്റിച്ച് ചെയ്ത് കോഫി ഷെയ്ഡാണ് ഇതിലേക്ക് പോകുന്നത്. ആ ഒരു പ്രിൻറ്റ് കണ്ടോ, കോഫി ഷെയ്ഡാണ് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു കോഫി ബ്രൗൺ ബോട്ടോ അല്ലെങ്കിൽ ഈ സെയിം കളർ ബോട്ടോ ഇട്ടാലും അടിപൊളിയായിരിക്കും. നല്ലൊരു ക്ലാസ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാം കേട്ടോ. 525 ആണ് പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസാണ് വിട്ട്. 2.5 മീറ്റേഴ്സാണ് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. ചിനോൺ സിൽക്ക് ഫാബ്രിക് നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ ചെയ്യാറില്ല. പ്ലെയിൻ ചിനോൺ സിൽക്ക് നമ്മൾ ഒരിടയ്ക്ക് ഒത്തിരി ചെയ്തുകൊണ്ടിരുന്നതാണ് കളേഴ്സ്. സോ അതിൻ്റെ ഒരു 2-3 ഷെയ്ഡ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. കുറേ പേര് ചോദിക്കുന്നു ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാവുന്ന. 220 per meter, 44 ഇഞ്ചസ് വിത്തിൽ വരുന്ന പ്യുവർ ചിനോൺ സിൽക്ക് ഫാബ്രിക്കാണിത്. ഇതൊരു റസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു റസ്റ്റ് ഷെയ്ഡിലേക്ക് വരും. നമുക്ക് സാരി ആക്കാനും അതുപോലെ ഡ്രസ്സ് അതായത് ഈ ആലിയ കട്ടിലും ഡിസൈനർ ഫാബ്രിക്സൊക്കെ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരും. നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ്. സാരി ആക്കാനും സ്ലിറ്റഡ് കുർത്തി, എ ലൈൻ, അതുപോലെ തന്നെ ആലിയ കട്ടിലുള്ള പാറ്റേൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഫാബ്രിക്കാണ്. അതുപോലെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഇതിൽ തന്നെ ചെയ്യാനും പറ്റും കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്ന അതിൻ്റെ ഷെയ്ഡ് ഒലീവ് ഗ്രീൻ ആണ്. നല്ലൊരു ഒലീവ് ഗ്രീൻ. 220 ആണ് പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. സോ കുറേ പേര് ഇങ്ങനെ ചോദിച്ച് വരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഫോട്ടോ അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. ഇങ്ങനെ വരും. ഈ ചുളിവ് അയൺ ചെയ്താൽ പോകുന്നതാണ് കേട്ടോ. അത് ഉള്ളിലിരിക്കുന്ന പീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരും. അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതാ, നല്ലൊരു പേസ്റ്റലൊരു ബ്ലൂ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ളൊരു ഓഷ്യൻ ബ്ലൂന്നോ അങ്ങനെയൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ വരും. ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ്. നെക്സ്റ്റ് ഈ ഒരു ബ്ലഡ് റെഡ് അല്ലെങ്കിൽ ഒരു ചില്ലി റെഡ് ടോണും അവൈലബിൾ ആണ്. റെഡ് നല്ല ഭംഗിയുള്ളൊരു റെഡാണ് കേട്ടോ ഇത്. നമുക്ക് ഒരു നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ കൊടുത്ത് വേണമെങ്കിൽ ഇതിനെയൊക്കെ സാരി ആയിട്ട് ഉപയോഗിക്കാനും നല്ലതാണ്. 44 ഇഞ്ചസാണ് വിട്ട് വരുന്നത്. നല്ലൊരു ബ്ലഡ് റെഡ് ഷെയ്ഡാണ്. അങ്ങനെ വരും.
കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു കോട്ടൺ ഫാബ്രിക്കും നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. കുറേ അധികം നമ്മൾ ചെയ്താണ് കേട്ടോ ഈ ഒരു സെയിം ഫാബ്രിക്. നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് കുറേ ആളുകൾ ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനും തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിലൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. നല്ല മെറ്റീരിയലാണ്. 250 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതിന് 56 ഇഞ്ചസ് വിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1.75 ഒക്കെ ഉണ്ടെങ്കിൽ 1.5 മീറ്റർ ടു 1.25 മീറ്റർ വരെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും 2 മീറ്റർ മാക്സിമം മതി. ടോപ്പും ബോട്ടം തയ്ക്കാനാണെങ്കിൽ 3.5 മീറ്ററോളാണ് വേണ്ടത്. എ ലൈൻ ആണെങ്കിൽ 3.25 വേണം. അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെ വരും. 250 ആണ് പെർ മീറ്റർ റേറ്റ്. 56 ഇഞ്ചസ് ആണ് വിട്ട്. നല്ല പ്രീമിയം കോട്ടൺ ഫാബ്രിക് ആണ്. അങ്ങനെ വരും. നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ പ്രിൻ്റ് കണ്ടോ? നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്, നല്ല രസമുള്ളൊരു ഷെയ്ഡ്. അതിലേക്ക് വൈറ്റ് ആൻഡ് യെല്ലോ ആണ് പ്രിൻ്റ് വന്നേക്കുന്നത്. ഇതും ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. കിട്ടിയിട്ട് വേറെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നത്, പക്ഷേ കിട്ടിയിട്ടില്ല തയ്ച്ച്. അതുകൊണ്ടാണ്. നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്. നമ്മൾ അധികം അങ്ങനെ കാണാത്തൊരു ഗ്രീൻ ഷെയ്ഡാണ്. സോ ഇതൊക്കെ റെയർ എക്സ്പോർട്ട് ക്വാളിറ്റി അല്ലെങ്കിൽ എക്സ്പോർട്ട് പ്രിൻറ്റുകളാണ്. ഇതൊക്കെ നമുക്ക് നോർമലി കിട്ടുന്ന പ്രിൻറ്റുകളല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിലേക്ക് വന്നേക്കുന്നത്. 250 പെർ മീറ്റർ ആൻഡ് 56 ഇഞ്ചസ് ആണ് ഇതിൻ്റെയൊക്കെ വിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കേംബ്രി കോട്ടൺ ആണെങ്കിൽ പോലും ഒരു 2.5 മീറ്റർ എടുക്കുന്ന റേറ്റാണ് ഇത് എടുക്കുമ്പോൾ ആവുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ വരും. നെക്സ്റ്റ് കണ്ടോ? അടിപൊളി. ഇതൊക്കെ തയ്ച്ചിട്ടാലുണ്ടല്ലോ ഭയങ്കര ഗ്രാൻഡ് ലുക്കായിരിക്കും. നമുക്ക് നല്ലൊരു കോട്ട് സെറ്റ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോട്ട് സെറ്റിന് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 1.5-1.25 മീറ്റർ എടുത്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വൈറ്റ് അല്ലെങ്കിൽ ഈ പിങ്കിലോ ഏതെങ്കിലും ഒരു ബോട്ടം ഇട്ട് ചെയ്താലും നല്ല രസമായിരിക്കും. കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്താൽ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കേട്ടോ. 250 പെർ മീറ്റർ, 56 ഇഞ്ചസ് ആണ് വിട്ട്. നല്ല കൂടിയ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. നല്ല കോട്ടൺ ആണ്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളുമാണ്. അങ്ങനെ വരും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അടിപൊളി കളക്ഷൻസ്. മിസ്സാക്കാണ്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം.